ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജോസ്ന ജോസ്. ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തിന് സംവരണം നൽകുന്നതിനായി ഭരണഘടനയിൽ മാറ്റം വരുത്തണമെന്ന കർണാടക ഉപമുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ ചൊല്ലി ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിഷേധമുയർന്നു. ബഹളത്തെ തുടർന്ന് ലോക്സഭയിൽ സഭാ നടപടികൾ 2 തവണ നിർത്തിവച്ചപ്പോൾ രാജ്യസഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ധനകാര്യ ബിൽ 2025 ലോക്സഭ ഇന്ന് ചർച്ചയ്ക്കെടുത്തു. എണ്ണപ്പാടങ്ങളുടെ നിയന്ത്രണ വികസന ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ വിവിധ വിഷയങ്ങളിലെ ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് PC വിഷ്ണുനാഥാണ് നോട്ടീസ് നൽകിയത്. പകർച്ചവ്യാധികൾ തടയുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ മുൻനിർത്തി ആരോഗ്യമേഖലയെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നത് നിർഭാഗ്യകരമാണെന്ന് മന്ത്രി MB രാജേഷ് മറുപടി നൽകി. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തെ ചെറുക്കാൻ വിപുലമായ ജനകീയ ക്യാമ്പയിനുമായി സർക്കാർ. ക്യാമ്പയിനോടനുബന്ധിച്ച് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് രൂപരേഖ തയ്യാറാക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസം സംബന്ധിച്ച വിഷയം ലോക്സഭയിൽ ഉന്നയിച്ച് ശശി തരൂർ MP. വയനാടിനുള്ള കേന്ദ്ര സഹായം ഇതുവരെ ലഭ്യമായിട്ടില്ലെന്നും അടിയന്തര ഇടപെടലിന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ട് പോലും നടപടിയുണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുനരധിവാസത്തിനായി 2000 കോടിയോളം രൂപയുടെ പാക്കേജ് കേരളം ആവശ്യപ്പെട്ടിരുന്നതായും MP വ്യക്തമാക്കി. ആശാപ്രവർത്തകർക്ക് ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചു നൽകുന്നില്ലെന്നും ശ്രീ തരൂർ ചൂണ്ടിക്കാട്ടി. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള കേരള വികസന മാതൃക അവതരിപ്പിക്കാൻ സാധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹരിത കേരള മിഷൻ പരിസ്ഥിതി സംഗമം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയുടെ ദൂഷ്യവശങ്ങൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വാർഷിക പരീക്ഷ അവസാനിക്കുന്ന ദിവസം സ്കൂളുകളിൽ സംഘർഷമുണ്ടാകുന്ന തരത്തിൽ ആഘോഷ പരിപാടികൾ പാടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ പരിസരങ്ങളിൽ വാഹനങ്ങളിലുള്ള പ്രകടനവും അനുവദിക്കരുതെന്നും വിദ്യാഭ്യാസ ഓഫീസർമാരുടെ മേഖലാ യോഗങ്ങളിൽ അദ്ദേഹം നിർദ്ദേശം നൽകി. കുട്ടികൾക്ക് ലഹരി പദാർത്ഥങ്ങൾ ലഭിക്കുന്ന വഴികൾ തടയേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും മന്ത്രി അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം അതിജീവിതർക്കായി സർക്കാർ ഒരുക്കുന്ന പുനരധിവാസത്തിലേക്ക് സമ്മതപത്രം കൈമാറിയത് 235 ഗുണഭോക്താക്കൾ. പുനരധിവാസത്തിനായുള്ള ആദ്യഘട്ട ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ട 242 പേരിൽ 235 ആളുകളാണ് കളക്ടറേറ്റിലെത്തി സമ്മതപത്രം കൈമാറിയത്. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഏറ്റെടുത്ത 64 ഹെക്ടർ ഭൂമിയിൽ നിർമ്മിക്കുന്ന ടൌൺഷിപ്പിലേക്ക് ഒന്നാം ഘട്ട ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ട 170 പേർ വീടിനായും 65 പേർ സാമ്പത്തിക സഹായത്തിനും സമ്മതപത്രം കൈമാറി. മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റു. ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന BJP സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ കേന്ദ്ര നിരീക്ഷകൻ പ്രഹ്ലാദ് ജോഷിയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. വികസിത കേരളമാണ് ലക്ഷ്യമെന്നും കഴിവും നിക്ഷേപവും സംയോജിപ്പിക്കുന്നതിലൂടെ ഇത് സാധ്യമാകുമെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ലക്ഷദ്വീപിലും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തി ദ്വീപിൽ അടൽ ഭവനിൽ നടന്ന പരിപാടി NHM ഡയറക്ടർ M ഭരണി ഉദ്ഘാടനം ചെയ്തു. TB മുക്ത സർട്ടിഫിക്കറ്റുകളും അദ്ദേഹം വിതരണം ചെയ്തു. കോട്ടയം ജില്ലയിൽ ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് prasarbharati.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 30. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ലക്നൌ 12 ഓവറിൽ 2 വിക്കറ്റിന് 133 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന കലാപാരമ്പര്യങ്ങൾ പ്രദർശിപ്പിക്കുന്ന രംഗ് ദേ ഗുലാൽ എക്സിബിഷൻ ദുബായിൽ പുരോഗമിക്കുന്നു. ദുബായിലെ ഇന്റർനാഷണൽ ആർട്ട് സെന്ററിൽ നടക്കുന്ന പരിപാടി ഇന്ത്യൻ ഫോക്ക് ആർട്ട് കോറിഡോറാണ് സംഘടിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ പരമ്പരാഗത കലാരൂപങ്ങൾക്ക് ആഗോള വേദിയൊരുക്കുന്ന പരിപാടിയിൽ 24 ഇന്ത്യൻ കലാകാരന്മാർ പങ്കെടുക്കുന്നുണ്ട്. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് തിരുവനന്തപുരം, കൊല്ലം നോഡൽ ജില്ലാതല മത്സരം സംഘടിപ്പിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം, നെഹ്റു യുവ കേന്ദ്ര സംഘാതൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു. 111 ദിവസം നീണ്ടുനിൽക്കുന്ന 20ാമത് തുരീയം സംഗീതോത്സവത്തിന് നാളെ പയ്യന്നൂരിൽ തുടക്കമാകും. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഡോക്ടർ TV ഗോപാലകൃഷ്ണന്റെ സംഗീത കച്ചേരി അരങ്ങേറും. സപ്ലൈകോയുടെ റംസാൻ ഫെയറുകൾക്ക് നാളെ തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി GR അനിൽ നാളെ തിരുവനന്തപുരം ഫോർട്ട് പീപ്പിൾസ് ബസാറിൽ നിർവഹിക്കും. ഈ മാസം 31 വരെയാണ് ഫെയർ. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ പ്രത്യേക ഫെയറുകൾ സംഘടിപ്പിക്കും. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അങ്കണവാടി ജീവനക്കാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ളവ അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ച് 26 ബുധനാഴ്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ ഓഫീസുകൾക്ക് മുന്നിലും ധർണ നടത്തും. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.